ഇന്ന് ഞാനുണ്ടല്ലോ ജാവ ഒരു ടാസ്ക് മാനേജർ ആപ്പ് ചെയ്തത്. അത് സംഗതി പൊളിയാണ്. മീൻസ് നമ്മുടെ ജിറയില്ലേ, ജിറയൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞ സമയം കഴിഞ്ഞു. അത് എന്ത് സിമ്പിളാണ്. ജസ്റ്റ് അത് ജാവയിലാണ് ഞാൻ ചെയ്തത്. സ്പ്രിംഗ് ബോട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ടാസ്ക് മാനേജർ സെറ്റ് ചെയ്യാം. അതിൽ ജസ്റ്റ് നമുക്ക് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ വന്ന് പറയാൻ കാര്യം എന്താ, കാര്യം വേറൊന്നുമില്ല. ഇറ്റ്സ് ഈസി. പീപ്പിൾ മേക്ക് ലോട്ട് ഓഫ് മണി ഫ്രം ദിസ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. സ്റ്റിൽ വി ആർ വർക്കിംഗ് ബീച്ചസ് ജസ്റ്റ് ഡൂയിങ് സംതിങ് എൽസ്. സോ മേ ബി ഞാൻ കോഡിങ്ങിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. വല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയല്ലോ. സോ ബേസിക്കലി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ എന്ത് ചെയ്തതാ, സംഗതി ഡോർ ഡേ ആയിരുന്നു. ഒന്നേ ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക. മരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്തു. അപ്പോൾ ഒരു 4-5 മണിക്കൂർ അതിൻ്റെ സിസ്റ്റം ഡിസൈനിങ്ങും LLDയും എല്ലാം ചെയ്തായിരുന്നു. പിന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിനെ ചെയ്തത്, ഫുള്ളാക്കിയത്. ഫയലെല്ലാം കൊള്ളാം. സെക്യൂരിറ്റി ഒന്നും നോക്കില്ല. സെക്യൂരിറ്റി ഒക്കെ ഞാൻ ചുമ്മാ രണ്ടര ചെയ്തതാണ്. സെക്യൂരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഏതായിരുന്നു കൊളാബറേറ്റീവ് ടാസ്ക്സ് സാധനം. മാമിനെ യൂസ് ചെയ്യുന്ന ജാവ 21 വെർഷൻ കൊള്ളാതെ. എന്തായാലും ജാവ സിമ്പിളാണ്, ബട്ട് ജാവ പവർഫുള്ളാണ്. എക്സേഷനൊക്കെ ചെയ്തായിരുന്നു. കൺട്രോളർ DTA ചെയ്തു. കൺട്രോളറാണ് നമ്മുടെ മെയിൻ. ഇത് എല്ലാം കൊണ്ടും കൊള്ളാം, നല്ലതാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഇത് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഗെറ്റ് മാപ്പ്, സെറ്റ് മാപ്പ്, പുട്ട് മാപ്പ്, പോസ്റ്റ് മാപ്പ്. പിന്നെ ചിലത് ക്യൂറി പാരാമീറ്ററിൽ ചെയ്തു, ചിലത് 10 വേരിയബിളായിട്ട് കൊടുത്തു, പിന്നെ ബോഡിയിൽ കൊടുത്തു. എത്തുമ്പോൾ ഞാൻ ബാക്കെൻഡ് കുറച്ചേ ഉള്ളൂ. വലിയ വാങ്ങിയൊന്നുമല്ല. ആ ഒരു കോൺസെപ്റ്റ് പഠിക്കണം. എവിടെ എന്ത് ഉപയോഗിക്കണം, എവിടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാക്കെൻഡ് പഠിക്കണം. ചിലയിടത്ത് നമ്മൾ DB സെലക്ട് ചെയ്യുന്നതിൽ വ്യത്യാസമാണ്. ചിലത് LSM ട്രീ എടുക്കും, ചിലത് B+T ട്രീ എടുക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ട്രീസ് നമ്മളെടുക്കും ബാക്കെൻഡ്. അപ്പോൾ നമ്മുടെ റെക്കമെൻഡ് വരില്ല. ചിലർ ഒരു മാപ്പ് ഷോ ചെയ്യുന്നൊരു ആപ്പാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, അവർക്ക് മാപ്പ് ഷോ ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ റീഡ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ DB സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ എടുക്കാം. അതേസമയം കൂടുതൽ റൈറ്റ് റിക്വസ്റ്റ് വരുന്ന DB ഇതാണെങ്കിൽ നമ്മൾ DB സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ. അതുപോലെ തന്നെ ബാക്ക് സെർവർ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ചില റിക്വസ്റ്റ് ഡയറക്റ്റ്ലി റൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു മെയിൻ സെർവർ കാണും, അതിലുണ്ട് റീഡ് റിക്വസ്റ്റ് വരും. വ്യത്യാസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി റെപ്ലിക്കേഷൻ ഫാക്ടർ ക്രിയേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് സർവീസ് കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം, എല്ലാം പവറാക്കാം. ഡോർ ഡേ ചെയ്താൽ നല്ലതാണ്. എന്തായാലും ട്രൈ ചെയ്യാൻ പ്ലാനില്ല, ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് വല്ല ടാസ്ക് പ്രോഗ്രാം റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, സെറ്റാക്കാം. ഓക്കെ.